ഇന്ന് നമ്മളൊരു ക്യാബേജ് ഉപ്പേരിയാണ് ഉണ്ടാക്കുന്നത്. അതിനുവേണ്ടി ചട്ടി അടുപ്പ് വെച്ചിട്ടുണ്ട്. അതിലേക്കൊരു 3 സ്പൂണോളം എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എനിക്ക് ഏത് എണ്ണയും ഉപയോഗിക്കാം കേട്ടോ. വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. എണ്ണ ചൂടാകാൻ വേണ്ടിയിട്ട് വെക്കാം. എണ്ണ ചൂടാകുന്നതോട് കൂടിയിട്ട് 1 സ്പൂണ് കടുക് ഒന്ന് പൊട്ടി വരട്ടെ. അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. കടുക് പൊട്ടി വരുമ്പോൾ അതിലേക്ക് ഒരു 3 ചുവന്ന മുളക്, ഒരു ഇല വേപ്പില, ഇപ്പം ഇവിടെ എന്നിട്ടൊന്ന് ഇളക്കുക. ഒറ്റ പ്രാവശ്യം ഇളക്കിയാൽ മതി. അതിലേക്ക് ഒരു ചെറിയ സവോള ചെറുതാക്കി അരിഞ്ഞത് ഇട്ടുകൊടുക്കും. ചെറിയ ഉള്ളി നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതിട്ടാലും അത് അരിഞ്ഞിട്ടാലും മതി കേട്ടോ. ചെറിയ ഉള്ളി ഇടുന്നതും അവിടെ ഇടുന്നത് തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. പക്ഷെ ചെറിയ ഉള്ളി ഇട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടി സ്വാദുണ്ട്. ഒന്ന് ഉള്ളി മൂക്കണം. അതിന് വേണ്ടിയിട്ട് 1 സ്പൂണ് ഉപ്പ്, വല്ലാതെ മൂത്ത് ഇതാകൊന്നും വേണ്ട. ഒന്ന് മൂത്ത മണം വന്നാൽ മതി. ഉള്ളി ഒന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് ഒരു ക്യാബേജ് അരിഞ്ഞത്. ഇതിപ്പോൾ ഒരു ചെറിയ ക്യാബേജ് മുഴുവൻ അരിഞ്ഞതുകൊണ്ട് നിങ്ങളുടെ ക്വാണ്ടിറ്റി നോക്കണ്ട. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ചൂടാകുമ്പോൾ ഒന്നുകൂടി കുറയും. ഇത്രയും അധികം ഉണ്ടാകും. ഈ വീർത്ത് നിൽക്കുന്ന അവസ്ഥ ഉണ്ടായി. ഇതൊന്ന് ഇളക്കുക. എണ്ണയും ഉള്ളിയും ഒക്കെ എല്ലാ ഭാഗത്തേക്കും വേണം. അതിന് വേണ്ടിയിട്ട് ഒന്ന് ഇളക്കുക. ഇളക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലേക്ക് ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, വീണ്ടും ഒന്ന് ഇളക്കുക. ആ മഞ്ഞൾപ്പൊടി കണ്ടോ, ഇപ്പോൾ ക്യാബേജ് നേരത്തെ ഇട്ട അത്രയില്ല. ഒന്ന് എന്താ പറയുക, ഒന്ന് കുറച്ചൊന്ന് അമുങ്ങി. ഇനി ഇതിലേക്ക് ഒരു 3 പച്ചമുളക് നെടുവെക്ക് ചെയ്ത്, 1 തണ്ട് വേപ്പില, കുറച്ച് ഫ്രോസൺ ഗ്രീൻ പീസ്, ഇത്രയും സാധനങ്ങൾ ചേർത്ത് ഒന്ന് ഇളക്കുക. അടച്ചു വയ്ക്കും. തീ ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വയ്ക്കുക. ഇത് വെന്ത് വരുന്ന വരെയുള്ള സമയം ഒരു 2 മിനിറ്റ് 3 മിനിറ്റ് കൂടുമ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ
ഒന്ന് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഞാൻ അതിനിടയിൽ 2 പ്രാവശ്യം ഇളക്കിയിട്ടു. ക്യാബേജ് വേവാനും ക്യാബേജ് ഒന്ന് സ്മൂത്ത് ആവാൻ വേണ്ടിയിട്ട് ക്യാബേജ് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ തന്നെ വെള്ളത്തിലിടും. ആ വെള്ളത്തിനെടുത്തിട്ട് വേണം അടുപ്പ് തയ്ക്കാൻ. അപ്പോൾ കുറച്ചുകൂടി നന്നായിട്ട് സോഫ്റ്റായിട്ട് കിട്ടും. അതേപോലെ 2 പ്രാവശ്യം ഇളകി കഴിഞ്ഞാൽ ഇതേപോലെ ഞാൻ ഇപ്പോൾ നേരത്തെ ചെയ്തിരുന്ന പോലെ കൂന കൂട്ടിയില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വെള്ളം കുറച്ച് ഇതിൽ നിന്ന് വരും. കാരണം ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ ക്യാബേജ് അരിഞ്ഞിട്ട് നേരെ വെള്ളത്തിലിട്ട് വെക്കുകയാണെങ്കിൽ ഇതിൽ വെള്ളമുണ്ട്. ഈ ക്യാബേജിൽ നിന്ന് കുറച്ച് വെള്ളം വരികയും ചെയ്യും. അപ്പോൾ ഈ വെള്ളം നമുക്ക് വറ്റിക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് ഈ കൂന കൂട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചുകൂടി എളുപ്പത്തിൽ അത് വറ്റാൻ ഒരു സാധ്യത. ഇനി ഇതിനകത്തേക്ക് ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇതിനകത്തേക്ക് ഒരു 1/2 സ്പൂൺ ഉപ്പ് കൂടി ഇടാം. നേരത്തെ നമ്മൾ 1 സ്പൂൺ ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരു 1/2 സ്പൂൺ ഉപ്പ് കൂടി ഒന്നിളക്കുക. അതിനുശേഷം 1/2 സ്പൂണ് കുരുമുളക് പൊടി. നമ്മൾ പച്ചമുളകും ഉണക്കമുളകും ഇട്ടതുകൊണ്ടാണ് ഇത് 1/2 സ്പൂൺ കുരുമുളക് ചേർക്കുന്നത്. എരിവ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ചേർക്കാം. പക്ഷേ കുരുമുളകിൻ്റെ സ്വാദ് വല്ലാതെ ഉയർന്നു നിൽക്കേണ്ട, ആവശ്യത്തിന് ഇതായി നിൽക്കുന്നതാണ്. കുരുമുളകില്ല എന്നെങ്കിൽ ഉണക്കമുളക് ചതച്ചിട്ട് നിങ്ങളുടെ ഇതിനകത്ത് കിട്ടാലും മതി കേട്ടോ. അപ്പോൾ ഇത്രയുമാണ് ക്യാബേജ് ഉപ്പേരി ഉണ്ടാക്കാനായിട്ട്. ഇതിലേക്ക് തേങ്ങ ചിരകിയിട്ട് കഴിഞ്ഞാൽ ഇത് തോരന്, നമ്മൾ ഈ സദ്യക്കൊക്കെ വിളമ്പുന്ന തോരന്. എന്നിട്ട് ഇതിനകത്തേക്ക് തന്നെ തേങ്ങ ചിരവിയിട്ടാണ് മതി. അധികം തേങ്ങ വേണ്ട, കുറച്ച് തേങ്ങ ചിരവിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് തോരൻ. നമ്മളിവിടെ തേങ്ങ ചിരവിടുന്നില്ല, അതുകൊണ്ട് ഇതൊരു ഉപ്പേരി. ഇത്രയായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അടച്ചു വയ്ക്കാം, തീ ഓഫ് ചെയ്യാം. ഇതൊരു മൺചട്ടിയാണ്, അതുകൊണ്ട് തന്നെ അത് ആ ചൂട്ടിൽ ഇരുന്ന് ഒന്നുകൂടി ഒന്ന് വേവിടാം.